നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം, ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ അവസാനത്തെ നോവൽ ഏതാണ്? പ്രതീക്ഷിത ചോദ്യമാണ്. അൺടിൽ ഓഗസ്റ്റ് എന്നതാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ അവസാനത്തെ നോവൽ. അൺടിൽ ഓഗസ്റ്റ്. 19ാമത് ചേരിചേരാ സമ്മേളനത്തിന് വേദിയാകുന്നത് ഉഗാണ്ടയിലെ കമ്പാല. നാം നോൺ അലൈൻഡ് മൂവ്മെന്റ് ചേരിചേരാ സമ്മേളനം 19ാമത് വേദി എവിടെയാണ്? ഉഗാണ്ടയിലെ കമ്പാല. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏതാണ്? കുവൈറ്റ് ദിനാർ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമേറിയ കറൻസിയാണ് കുവൈറ്റ് ദിനാർ. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്കയാണ്. ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനം. ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം ആർക്കാണുള്ളത്? അമേരിക്കയ്ക്കാണ് ഉള്ളത്. അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ഒലെഗ് കൊനോൻകോ ആണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി. ഇപ്പോ നമ്മുടെ ഇന്ത്യക്കാരി ഒരാള് ബഹിരാകാശത്ത് തങ്ങി നിൽക്കുകയാണ്. ആരാണത്? സുനിത വില്യംസ് ആണ്. അടുത്ത ചോദ്യം, 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഇമ്പോർട്ടന്റ് ചോദ്യം. റഷ്യ. കസാനിൽ വെച്ചിട്ടാണ് 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത്. ബ്രിക്സ് 16ാം ഉച്ചകോടി നടന്നത് റഷ്യയിലെ കസാൻ നഗരം. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ റഷ്യയിൽ എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചാൽ കസാൻ എന്ന നഗരത്തിൽ വെച്ചാണ് നടന്നത്. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന പ്രധാന പരീക്ഷകളായ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷ 10th മെയിൻസ് 2025 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം, എല്ലാവരും ജോലിക്ക് കയറണം എന്ന ഉദ്ദേശത്തോടു കൂടി പുതിയ SCRT, പഴയ SCRT, ഫുൾ സിലബസ് കവറേജ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഉൾപ്പെടെ ഞാനൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ്. 6 മാസ കാലാവധിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ പരീക്ഷ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു ദിവസം പോലും നിങ്ങൾ പാഴാക്കി കളയരുത്. ഉടനെ തന്നെ ജോയിൻ ചെയ്തോളാം. ആപ്പിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് തന്നെ ഡയറക്ട്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ 10th മെയിൻസ് 2025 എന്ന് പറയുന്ന ബാച്ചാണ്. കൂടാതെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഈ വർഷം നടക്കാനിരിക്കുന്ന പ്രധാന പരീക്ഷയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. ഒരുപാട് പേര് ഉറ്റുനോക്കുന്ന പരീക്ഷ. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ, ഒരുപാട് വേക്കൻസീസ് പ്രതീക്ഷിക്കാവുന്ന പോസ്റ്റുകൾ. കമ്പനി LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LD, ഈ 3 പരീക്ഷകൾക്കും വേണ്ടി, ഈ 3 പോസ്റ്റുകൾക്കും വേണ്ടി നമ്മുടെ ആപ്പിൽ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് VFAയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് ബാച്ച് എടുത്താലും അതിന്റെ കൂടെ എല്ലാം നിങ്ങൾക്ക് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സും പുതിയ SCRTയും പഴയ SCRT എല്ലാം ലഭ്യമാണ്. പുതിയ SCRTന്ന് ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ ഒരു തുറപ്പിച്ചിട്ടാണ് ഈ പുതിയ SCRT എന്ന് പറയുന്നത്. നിങ്ങൾ വ്യക്തമായിട്ട് റിവിഷൻ അടിച്ച് പഠിച്ചിട്ടേ പോകാവൂ. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് ആണ്. ഒന്നും വിട്ട് കളയരുത്. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ആപ്പിൽ ക്ലാസ് എല്ലാം എടുത്തു തരുന്നത്. പിന്നെ ജനറൽ PSC ബാച്ച് ഉണ്ട്. അങ്ങനെ കുറേ ബാച്ചുകൾ പൊക്കോണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ ക്ലാസ്സുകളും ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് വരുന്നത്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഒരു നിമിഷം പോലും നിങ്ങൾ മടിച്ചു നിൽക്കരുത്. നിങ്ങൾ ഈ പാഴാക്കിക്കൊണ്ടിരിക്കുന്ന സമയം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണെന്ന് തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യണ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ എല്ലാ കോഴ്സുകളും ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് ഓരോ പോർഷൻസും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് നിങ്ങളങ്ങ് പഠിച്ചങ്ങ് പോയാൽ മതി. ടൈം ടേബിളിൽ ഇപ്പോൾ വീക്ക് വൈസ് ആയിട്ട് week 1, week 2, week 3, ഒരു വീക്കിൽ day 1, day 2, day 3, day 4, day 5 അങ്ങനെ
5 ദിവസം, തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വെള്ളിയാഴ്ച വരെയുള്ള പോർഷൻസ് ആണ്. എന്നിട്ട് നിങ്ങൾ റിവിഷൻ അടിച്ചിട്ട് ആ ആഴ്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് എക്സാമും ഓരോ ആഴ്ചയും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കോളാം. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. 2025 G20 ഉച്ചകോടി ദക്ഷിണാഫ്രിക്കയിലാണ് നടക്കുന്നത്. 2024 G20 ഉച്ചകോടി എവിടെ വെച്ചാണ് നടന്നത്? ബ്രസീലിൽ വെച്ചാണ് നടന്നത്. ബ്രസീൽ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4ാം തവണ തെരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിൽ പദവി രാജിവെച്ച് രാജ്യം വിടേണ്ടി വരികയും ചെയ്ത നേതാവാണ് ഷെയ്ഖ് ഹസീന. അപ്പൊ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയായിരുന്നു ആര്? ഷെയ്ഖ് ഹസീന. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, 2024 ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിന്റെ പ്രമേയം എന്ത്? പുസ്തക പകർപ്പവകാശ ദിനം ഏപ്രിൽ 23. റീഡ് യുവർ വേ എന്നതാണ് പ്രമേയം. എന്നതായിരുന്നു 2024 പ്രമേയം? റീഡ് യുവർ വേ. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടതാണ്. യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്ത നഗരം ഏതാണ്? ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ് യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്ത നഗരം. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്. ലോക ഭൗമ ദിനം എന്നാണ്. ഏപ്രിൽ 22 ലോക ഭൗമ ദിനം. 2024 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് ആണ്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്. 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാൽനക്ഷത്രം ഏതാണ്? ഡെവിൾ ധൂമകേതു. 71 വർഷങ്ങൾക്ക് ശേഷമാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാൽനക്ഷത്രം ഏതാണ്? ഡെവിൾ ധൂമകേതു. 2024 ഏപ്രിൽ 17 പൊട്ടിത്തെറിച്ച റുവാങ് എന്ന അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്തോനേഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളൂ, പ്രതീക്ഷിത ചോദ്യമാണ്. റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഇന്തോനേഷ്യ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തകർന്ന ഗാസയിലെ കൊട്ടാരമാണ് അൽബാഷ കൊട്ടാരം. സ്ഥിതി ചെയ്യുന്നത് എവിടെയായിരുന്നു? ഗാസയിലായിരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തകർന്ന ഗാസയിലെ കൊട്ടാരമാണ് അൽബാഷ കൊട്ടാരം. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്. ഭൂമിക്കപ്പുറത്ത് ജീവന്റെ സാധ്യത അന്വേഷിക്കാൻ 2024 ഒക്ടോബർ 14 വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് യൂറോപ്പ ക്ലിപ്പർ. യൂറോപ്പ എന്നത് വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ്. അപ്പോൾ വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഏത്? യൂറോപ്പ ക്ലിപ്പർ എന്ന് 2024 ഒക്ടോബർ 14 എന്തിനു വേണ്ടിയിട്ട്? ഭൂമിക്കപ്പുറത്ത് ജീവന്റെ സാധ്യത അന്വേഷിക്കാൻ. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ്. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. UN കാലാവസ്ഥാ ഉച്ചകോടി COP30 ആണ് 2025 നടക്കാനിരിക്കുന്നത്. ബ്രസീലിലാണ് നടക്കുന്നത്. ബ്രസീലാണ് വേദി. ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ആര്? ആമസോണിന്റെ സ്ഥാപകനായ ജെഫ് ബെസോസ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നൻ. ജെഫ് ബെസോസ്. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പുതിയ രാജ്യങ്ങൾ ഏതെല്ലാം? തിമൂർ ലെസ്റ്റെ, കൊമോറസ് എന്നീ രാജ്യങ്ങൾ. തിമൂർ ലെസ്റ്റെ, കൊമോറസ് എന്നീ രാജ്യങ്ങളാണ് WTOയിൽ അംഗമായ പുതിയ രാജ്യങ്ങൾ എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ്. നാറ്റോ രൂപീകരിച്ചതിന്റെ എത്രാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്? 75ാം വാർഷികം. അതുകൊണ്ട് തന്നെ വാർത്താ പ്രാധാന്യം നേടുകയും PSCയുടെ പല പരീക്ഷകളിലും നാറ്റോ ചോദ്യമായിട്ട് വരികയും ചെയ്തു. നാറ്റോ രൂപീകരിച്ചതിന്റെ എത്രാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്? 75ാം വാർഷികമാണ്. അടുത്ത ചോദ്യം. അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നിരോധിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഏത്? ഇസ്രായേലാണ് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നിരോധിക്കുവാൻ തീരുമാനിച്ച രാജ്യം. നേരത്തെ പറഞ്ഞ COP30യുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. COP29 അതായത് 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടി എവിടെ വെച്ചാണ് നടന്നത്? അസർബൈജാനിലെ ബാകു. ചോദ്യമാണ്, ചോദിച്ചിരുന്നു PSC. 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടി COP29 വേദി അസർബൈജാനിലെ ബാകു ആയിരുന്നു എന്ന് ഓർക്കുക. 2025 എവിടെയാണ് നടക്കാനിരിക്കുന്നതെന്ന് പറഞ്ഞു? ബ്രസീലിലാണ്. ബ്രസീലിലെ
ബെലേം ദോ പാര. ബ്രസീലിലെ ബെലേം ദോ പാരയിൽ വെച്ചിട്ടാണ് 2025 COP30 നടക്കാനിരിക്കുന്നത്. അതായത് ലോക കാലാവസ്ഥാ ഉച്ചകോടി നടക്കാനിരിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ AI നയതന്ത്രജ്ഞ ആരാണ്? വിക്ടോറിയ ഷീ ആണ്. വിക്ടോറിയ ഷീ. ഉക്രൈൻ ആണ് ഡെവലപ്പ് ചെയ്തത് ആദ്യ AI നയതന്ത്രജ്ഞ വിക്ടോറിയ ഷീ. ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ആര്? ഇബ്രാഹിം റൈസി. ഇബ്രാഹിം റൈസിയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാന്റെ പ്രസിഡന്റ്. ഇബ്രാഹിം റൈസി. AI സുരക്ഷയുമായി ബന്ധപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ഉടമ്പടി പ്രധാനപ്പെട്ടതാണ് ബ്ലച്ച്ലി ഉടമ്പടി. ബ്ലച്ച്ലി ഉടമ്പടിയാണ് AI സുരക്ഷയുമായി ബന്ധപ്പെട്ട ലോകത്തിലെ തന്നെ ആദ്യത്തെ ഉടമ്പടി. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത് 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മണൽ എന്നർത്ഥം വരുന്ന റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഒമാൻ ആണ്. റിമാൽ, ഒമാൻ. ഒരു സാമ്യയില്ലേ പറയുന്നതില്? മാ റിമാൽ, ഒമാൻ. പേര് നൽകിയത് ഒമാൻ ആണ്. റിമാൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മണൽ എന്നതാണ്. 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ്. മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചത് ജർമ്മനിയാണ്. മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ജർമ്മനിയാണ്. റഷ്യയുടെ പ്രസിഡന്റായി 5ാമത്തെ തവണയും ചുമതലയേറ്റത് ആരാണ്? വ്ളാഡിമിർ പുടിൻ ആണ് റഷ്യയുടെ പ്രസിഡന്റായി 5ാമത്തെ തവണയും ചുമതലയേറ്റത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വന്നാലോ? ചോദ്യം: ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ അവസാനത്തെ നോവലാണ് അണ്ടിൽ ഓഗസ്റ്റ്. 19ാമത് ചേരിചേരാ സമ്മേളനത്തിന് വേദിയാകുന്നത് ഉഗാണ്ടയിലെ കമ്പാല. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈത്ത് ദിനാർ ആണ്. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ളത് അമേരിക്കയ്ക്കാണ്. ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായ ഒലെഗ് കൊനൊൻകോ ആണ്. 2024 ബ്രിക്സ് ഉച്ചകോടി റഷ്യയിലാണ് നടന്നത്, കസാൻ എന്ന നഗരത്തിൽ. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ദക്ഷിണാഫ്രിക്ക. 2024 ബ്രസീൽ ആയിരുന്നു ആതിഥേയത്വം വഹിച്ചത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4ാം തവണ തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിൽ പദവി രാജിവെച്ച് രാജ്യം വിടേണ്ടി വരികയും ചെയ്ത നേതാവാണ് ഷെയ്ഖ് ഹസീന. 2024 ലോക പുസ്തക ദിനത്തിന്റെ ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. പ്രമേയം എന്തായിരുന്നു? റീഡ് യുവർ വേ. യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്തത് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആയിരുന്നു. 2024 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. ലോക ഭൗമദിനം ഏപ്രിൽ 22. 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാൽനക്ഷത്രം ഡെവിൾ ധൂമകേതു. 2024 ഏപ്രിൽ 17 പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്തോനേഷ്യ. അൽബാഷ കൊട്ടാരം. ഗാസയിലെ അൽബാഷ കൊട്ടാരം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് തകർന്ന കൊട്ടാരമാണ്. അടുത്ത ചോദ്യം: യൂറോപ്പ ക്ലിപ്പർ എന്നത് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ്. 2024 ഒക്ടോബർ മാസം 14 ഭൂമിക്കപ്പുറത്തെ ജീവന്റെ സാധ്യത അന്വേഷിക്കാൻ വേണ്ടി. 2025 UN കാലാവസ്ഥാ ഉച്ചകോടി അതായത് COP30 വേദിയാകുന്നത് ബ്രസീലാണ്. ജെഫ് ബെസോസ് ആണ് ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തെ തന്നെ ഏറ്റവും വലിയ സമ്പന്നൻ. തിമൂർ ലെസ്റ്റ, കൊമോറസ് എന്നീ രാജ്യങ്ങൾ WTOയിൽ അംഗമായ രാജ്യങ്ങളാണ്. പുതിയതായിട്ട് അംഗമായ രാജ്യങ്ങളാണ്. നാറ്റോ രൂപീകരിച്ചതിന്റെ 75ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്. അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നിരോധിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഇസ്രായേലാണ്. ഇനി അടുത്ത 2 ചോദ്യം പ്രധാനപ്പെട്ടത്. COP29 നടന്നത് അസർബൈജാനിലെ ബാക്കു. COP30 നടക്കാനിരിക്കുന്നത് ബ്രസീലിലെ ബെലം ദോ പാര. വിക്ടോറിയ ഷീ ലോകത്തിലെ ആദ്യ AI നയതന്ത്രജ്ഞ. ഇബ്രാഹിം റൈസി അടുത്തിടെ അന്തരിച്ച ഇറാൻ പ്രസിഡന്റാണ്. ഹെലികോപ്റ്റർ അപകടത്തിലാണ് ഇദ്ദേഹം അന്തരിച്ചത്. AI സുരക്ഷയുമായി ബന്ധപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ഉടമ്പടി ബ്ലച്ച്ലി ഉടമ്പടിയാണ്. ഒമാനാണ് റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. റിമാൽ എന്ന വാക്കിന്റെ അർത്ഥം മണൽ എന്നതാണ്. മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനിയാണെന്ന് ഓർക്കുക. റഷ്യയുടെ പ്രസിഡന്റായി 5ാമത്തെ തവണയും ചുമതലയേറ്റത് വ്ളാഡിമിർ പുടിനാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ അറിയാം
PSC ചോദിക്കുന്ന അതേ ശൈലിയിലുള്ള ചോദ്യങ്ങളാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളിൽ അഡ്മിഷൻ ഓപ്പൺ ആണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA, അതുപോലെ ലാബ് അസിസ്റ്റന്റ്, അതിന് വേണ്ടിയിട്ട് 10th മെയിൻസ് ബാച്ച് കോഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫയർമാന്റെ ബാച്ച്, ഇനി വരാനിരിക്കുന്ന കമ്പനി LGS, ബെവ്കോ LD, VFA മുതലായ പരീക്ഷകൾക്ക് വേണ്ടി ഇപ്പോഴേ ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം ജോയിൻ ചെയ്യുക, ജോലി ഉറപ്പിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.